ഇതാണ് ഗ്രീൻ പീസ് മസാല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് നമ്മളൊരു ഗ്രീൻ പീസ് മസാലയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരു 3 സ്പൂൺ നെയ്യ്, നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 2 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഒന്ന് സോട്ട്. അധികം നേരമൊന്നും ചെയ്യണമെന്നില്ല, ഒന്ന് ഇളക്കിയാൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഒരു സവോള, മീഡിയം സൈസ് സവോള, ഇടയ്ക്ക് സവോള ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. ആ മൂത്ത് വരുന്ന സമയത്ത് നിങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സവോള ഒന്ന് നിറം മാറി തുടങ്ങി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി, ഒരു സ്പൂണ് പെരുംജീരകം, ഒരു ഇതള് ബീഫില, ഇത്രയും സാധനങ്ങൾ അതിനകത്തേക്ക് ഇടുക. വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. തക്കാളി ഒന്നും അധികം വേവൊന്നും വേണം, ഒന്ന് ചൂടായാൽ മാത്രം മതി. കാരണം അതിന് വേവാൻ ഈ സമയം എടുക്കുന്നുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടികളിടാം. ആദ്യം ഇടുന്നത് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, രണ്ട് സ്പൂണ് മല്ലിപ്പൊടി. ഇതിൽ മല്ലിപ്പൊടി ഇടാൻ മറക്കാതിരിക്കുക, കാരണം വെച്ചാൽ വളരെയധികം ഉപയോഗം വരുന്ന ഒരു സാധനമാണ്. ഈ ഇതിൽ വളരെയധികം ഇതുമായിട്ട് ചേർന്ന് പോകുന്ന സാധനമാണ് മല്ലിപ്പൊടി. അതിലേക്കൊരു 1.5 സ്പൂൺ ചിക്കൻ മസാല, ഒരു സ്പൂൺ മുളക് പൊടി. മുളക് പൊടി അധികം വേണ്ട, കാരണം നമ്മൾ പച്ചമുളക് ഇട്ടതായിരുന്നു. ഇനി അത് കൂടാതെ നമ്മൾ കുരുമുളക് ഇടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ മുളക് പൊടി ഇടണ്ട. ഒരു 3/4 സ്പൂണോളം ഗരം മസാല. ഇത്രയും സാധനങ്ങൾ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരണം. പൊടികളുടെ ആ ഒരു കുത്തുമണം ഉള്ളതുകൊണ്ടാണ് പൊടികളൊന്ന് ചേർന്ന് മൂത്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഗ്രീൻ പീസ് ഏകദേശം ഒരു 100 ഗ്രാമോളം ഉണ്ട്. ഫ്രോസൺ ഗ്രീൻ പീസാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക.
അതിലേക്ക് 1 കപ്പ് വെള്ളം. ഈ ഗ്രീൻ പീസ് ഒന്ന് വേവാനായിട്ടാണ്. ഈ വെള്ളം തിളച്ച് വരുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഗ്രീൻ പീസൊക്കെ വെന്തിട്ടുണ്ടാവും. ഇത്രയും സാധനങ്ങളുടെ കൂടെ കുരുമുളക് പൊടി മാത്രമേ ഉള്ളൂ. ഇത്രയുമായി കഴിഞ്ഞാൽ ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഒന്ന് ചൂടായി തിളച്ചോട്ടെ. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായി തിളച്ചു. അടപ്പ് മാറ്റുക. എന്നിട്ട് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിനകത്തേക്ക് ഇടുക. 2 ഉരുളക്കിഴങ്ങാണ് ഞാൻ വേവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നും ഇട്ടില്ല. ഒരു 3/4 സ്പൂണോളം ഉപ്പ് മാത്രം ഇട്ട് വെള്ളത്തിൽ ഇതാക്കിയാൽ ആ വെള്ളമടക്കം വേണം ഉരുളക്കിഴങ്ങ് ഇതിനകത്തേക്ക് ഇടാൻ കേട്ടോ. ഒന്ന് ഇളക്കുക. ആ മസാലയൊക്കെ ഉരുളക്കിഴങ്ങിൽ പിടിക്കണം. ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളം കൂടി ആയിരിക്കുമ്പോൾ ഒരു ചാറും ഉണ്ടാകും. ഇനി ഇത് അധികം വേവിക്കണമെന്നൊന്നുമില്ല. കാരണം അതിന് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. ഒന്ന് തിളയ്ക്കണം. വയ്ക്കുക. തിളച്ചതിന് ശേഷം വീണ്ടും അത് തിളച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനൽ ഇൻഗ്രീഡിയൻസ്. ഫൈനൽ എന്ന് പറയാൻ പറ്റില്ല. ഇത് കഴിഞ്ഞിട്ട് കൂടി ഇടാറുണ്ട്. തേങ്ങ അരച്ചത്. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങ അരച്ചത് കൂടി ഞാൻ ഇതിനകത്തേക്ക് ഇട്ടുള്ളൂ. തേങ്ങയിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ല. ഒരു 1/4 സ്പൂണോളം ഉപ്പ് മാത്രമാണ് ഇട്ടുള്ളത്. അപ്പോൾ ഈ മൊത്തം ഈ കറിയിൽ ഉപ്പ് ഏകദേശം ഒരു 2.5 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഇത് ഓർക്കുക. കാരണം ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉപ്പ് നിങ്ങൾക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടില്ല. ഉരുളക്കിഴങ്ങ് ഈ ഉപ്പ് വലിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനിയായിരിക്കും ഇത് തിളയ്ക്കോ കാര്യങ്ങളോ ഒന്നും വേണം. അധികം തിളയ്ക്കണ്ടെന്നുള്ളൂ. തിള ഒന്ന് വരണം കേട്ടോ. നിങ്ങൾക്ക് ഉപ്പ് നോക്കാം. ഓക്കെയാണ്. വീണ്ടും ഒരു 2 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കും. അധികം നേരം വേണ്ട. 2 മിനിറ്റ് എന്നാൽ ഞാനൊരു അതൊക്കെ അറിയുമ്പോൾ പറഞ്ഞാൽ ഒരു നന്നായി തെളിവ് വന്നു. ഇതിലേക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി, ഒരു തരത്തിൽ വേപ്പില, ഓഫ് ചെയ്യാം. അടച്ചു. ഇത്രയേ ഉള്ളൂ ഗ്രീൻ പീസ് മസാല.